ചിന്നു എന്തുണ്ടാക്കണേ? കോളിഫ്ലവർ ഫ്രൈ. അതെ ഗൈസ്, അപ്പം ഞങ്ങളിന്ന് ചിന്നു പറഞ്ഞ പോലെ കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കോളിഫ്ലവറൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കഴുകി വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു ചെറിയ ചൂടായിട്ട് വന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവറും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുത്തു. കോളിഫ്ലവർ വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മസാല റെഡിയായി വന്നപ്പോഴത്തേക്കിനും വെന്ത് വന്ന കോളിഫ്ലവർ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി മാറ്റി അത് നേരെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ചൂടായ ഓയിലേക്ക് കുറച്ചിട്ട് അത് വറുത്തെടുത്തു. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ മൊത്തം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കുന്നതിന് മുമ്പേ അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ആക്കി അത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.